എന്നും ഒരേപോലത്തെ പുട്ട. ഇന്ന് നമുക്കൊരു മാറ്റി പിടിച്ചാലോ? ഇന്നാണ് റാഗി പുട്ടാണ്. ഇതിന്റെ പേരാണ് പന്നിപ്പുല്ല് പുട്ട്. സേമിയയുടെ പോലെ ഇരിക്കുന്ന ഈ പുട്ട് നല്ല പോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതെടുത്ത് കളയേണ്ടി വരും. റാഗിപ്പുട്ട് ഇതേപോലെ റാഗി എടുത്ത് പൊടിക്കണം, നല്ല പോലെ പൊടിക്കണം. നന്നായിട്ട് ശരിക്കും പൊടിക്കുക. അതാണ് ഫ്രണ്ട്സ്, നന്നായിട്ട് പൊടിക്കണം. പൊടിയിലാണ് കാര്യം. അരയ്ക്കുന്നത് പൊടിക്കുന്നത് നന്നായിരിക്കണം. ഇത് ഫ്രണ്ട്സ് ഇതേപോലെ നന്നായിട്ട് പൊടിച്ച് ഓക്കെ. അതിനുശേഷം നമ്മൾ രാഗിയിലേക്ക് ഇത്രയും ഉപ്പിടണം. അതിനാവശ്യമായ ഉപ്പിടണം. നന്നായി ഇളക്കണം. ഇതേപോലെ നന്നായിട്ട് പൊടിച്ച് ഇളക്കണം. പൊടിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കണം. ഇതുപോലെ നല്ല സേമിയ പൊടി പോലെ പൊടിയണം. അപ്പൊ ഗായ്സ്, റാഗിപ്പുട്ടിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം. റാഗിയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഏറെ ഒഴിക്കാം. നല്ല ചൂട് വെള്ളം ഒഴിക്കാം. നിങ്ങളിപ്പോൾ കരുതും ഇത് റാഗി കുറുക്കാകൂലെന്ന്. ആകൂല. ഇത് റാഗി കുറുക്കാകൂല, റാഗി പുട്ടാകും. ഇങ്ങനെ തന്നെ വേണം വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് നല്ല പോലെ ഇളക്കണം. റാഗിയുടെ ഗുണവിശേഷങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഇത് നമുക്ക് എല്ലാവർക്കും തിന്നാം. ഷുഗറുകാർക്ക്, പ്രഷറുകാർക്ക്, കൊളസ്ട്രോൾ എല്ലാവർക്കും ഇത് തിന്നാം. ഇതുപോലെ ചൂടായുള്ള റാഗി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ സ്പൂണും കൊണ്ട് ഇളക്കി ഒന്ന് തണുപ്പാക്കുമ്പോൾ ചൂടൊക്കെ ആറിയിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഇളക്കാം. നല്ല പോലെ ഇളക്കണം ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ഇത് കാണാൻ ഇപ്പോൾ പശുവിന് കൊടുക്കാൻ വേണ്ടി പിണ്ണാക്ക് റെഡിയാക്കി വെച്ചത് പോലെ ഉണ്ടാവും. പക്ഷെ ഇത് പുട്ടും കുറ്റിക്കകത്തിട്ട് അത് നാവി കയറി വരുമ്പോഴുള്ള ടേസ്റ്റ് അത് വേറെ ലെവലാണ് ഫ്രണ്ട്സ്, വേറെ ലെവൽ. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇത് വീഡിയോ എടുക്കാനല്ല ഉണ്ടാക്കിയത്. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇട്ടതാ. ഇത് 15 മിനിറ്റ് കുതിർത്ത് മാത്രമേ നമുക്ക് റാഗിപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവൾ പറഞ്ഞത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഈ റാഗി നല്ല പോലെ ഹാർഡായി ഇരിക്കുന്നത് മാറ്റി സോഫ്റ്റാക്കി നമ്മൾ പുട്ടും കുറ്റിക്കകത്തോട്ട് ഇടണം. ഗൈസ്, നമ്മുടെ പുട്ടുകുറ്റിക്കകത്ത് നന്നായിട്ട് കഴുകണം കേട്ടോ. നമ്മുടെ പുട്ടുകുറ്റി ആ ചില്ലും നന്നായിട്ടൊന്ന് കഴുകണേ ഗൈസ്. ഞങ്ങളുടെ പഴയ പുട്ടുംകുറ്റി ആയതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കറ പിടിച്ചിരിക്കുന്നത്. ഈ വെള്ളം ഇതിൻ്റെ നല്ലപോലെ ഉരച്ചിട്ടും പോണില്ല. ഈ വെള്ളം നമുക്ക് ചൂടായിട്ട് വേണം. ചൂടായി വെള്ളവും ചൂടായി നമുക്ക് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് എന്ത് വെക്കുന്ന നീ പറയുന്നേ? നിന്നെ എടുത്ത് വെക്കണോ? നിന്നെ എടുത്ത് വെക്ക്. മിണ്ടാതിരിക്കെ. ഇപ്പം നമ്മുടെ പുട്ടുംകുറ്റിക്കകത്ത് തേങ്ങയും റാഗിയും മിക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മുടെ പുട്ടുംകുറ്റിക്കകത്ത് വെക്കുക. എന്താ ഇവളിട്ട് മുട്ടയാണോ ഇട്ടത്? ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകണ്ട, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഗൈസ്, വീട്ടിൽ ഒരാൾ മതി കേട്ടോ കുക്ക് ചെയ്യാൻ. അത് നല്ല കുക്കിസ്റ്റ്. കുക്കീസ് വന്നിരിക്കുക. കുക്കീസ് അല്ല, കുക്കൂസ്. ഫ്രണ്ട്സ്, റാഗിയും തേങ്ങയും ഇതേപോലെ ഇടുക. കുറച്ച് തേങ്ങ ഇടാം. പിന്നെ പുട്ട്, പിന്നെ തേങ്ങ, പിന്നെ പുട്ട്. ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിക്കാം.
ഗായ്സ് എനിക്ക് തോന്നുന്നില്ല ഇത് സക്സസ് ആകും. ഇത് ഫുൾ എത്തിയിട്ടില്ല. ഇത് മതി ഗൈസ്, നമുക്കിതൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങി നോക്കാം. ആ ഇത് മതി. അങ്ങനെ ഐശ്വര്യമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം ഗൈസ്. ആവിയിൽ കിടന്ന് വേഗട്ടെ. ഇനി ഈ പുട്ടപ്പൻ അവിടെ കിടന്ന് വേഗട്ടെ. പുട്ടപ്പം വേഗട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ടിട്ട് വരാം. നോക്കൂ ഗായ്സ്, നല്ല മഴ. എന്തൊരു പ്രകൃതി രമണീയമായ കാഴ്ചയാണ് ഗൈസ് നമ്മളിവിടെ കാണുന്നത്. അത് ഗൈസ് ഇത് വല്ലാത്ത എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെയല്ല പറയണ്ടേ, ഇതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നാണ് ഞങ്ങളുടെ ചെടികളും പൂക്കളും ഒക്കെ മനോഹരമായിട്ടില്ലേ. ബൈക്കും ഞങ്ങളുടെ അമ്മേന്റെ ബൈക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ പുട്ടപ്പൻ എന്തായിരുന്നു പോയി നോക്കാം. നോക്കി ഗൈസ്, നമ്മുടെ പുട്ടിന്റെ ആവി നന്നായിട്ട് പാറുന്നു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കേ, ആവി പാറുന്ന കണ്ട്. ഇനി നമുക്ക് പൊട്ട് എടുക്കാം. പൊട്ടല്ലടി, പുട്ട് പുട്ട് പുട്ട്. എന്റെ അമ്മോ, ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ? ദേ പുട്ടായി. പുട്ടുണ്ടാക്കുമ്പോൾ കുത്തി നിറച്ചിടണം. ഇത് അല്ലെങ്കിൽ ദിലീപിന്റെ പുട്ടായി പോകും. ദേ പുട്ട്. അവള് പറഞ്ഞ പോലെ ശരിയാണ് ഗൈസ്. റാഗി പുട്ടുണ്ടാക്കുമ്പോൾ എല്ലാം കുത്തി നിറച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ ചുങ്ങിപ്പോവും ഗൈസ്. ഞങ്ങൾ സക്സസ് ആയില്ലല്ലോ എന്ന് കരുതി പുട്ടിടാൻ പോയപ്പോഴാണ് മനസ്സിലായേ ചില്ലിട്ടില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ പുട്ടിടും ഗൈസ്. ഇതിലൊന്നും തളർത്താൻ പറ്റില്ല. തേങ്ങാപ്പുട്ടിട്ട് നല്ലപോലെ നിറയ്ക്കുക കേട്ടോ. അവസാനം നമുക്കൊരു നല്ല പുട്ട് കഴിക്കാം കേട്ടോ ഗായ്സ്.